നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വചനഭാഗം ബെത്സയിദ കുളക്കരയിലെ അത്ഭുതകരമായ രോഗശാന്തിയാണ്. അവിടെ ഒരു മനുഷ്യൻ തളർവാദ രോഗിയാണ്. ഈ തളർവാദ രോഗി തളർവാദം പിടിപെട്ട് കിടക്കുന്നു. ഭാര്യയും മക്കളും കൂടെ അയാളെ ഉള്ള സ്ഥലത്തെല്ലാം കൊണ്ടുപോയി കാണും. ഒരു രക്ഷയിൽ അവസാനം ബെത്സയിദ കുളക്കരയിലെത്തി. ഈ ഒരു വചനഭാഗം ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട്. കാരണം നമ്മുടെ കർത്താവ് ഒറ്റയ്ക്കാണ് അവിടെ എത്തുന്നത്. ശിഷ്യന്മാരൊന്നും കൂടിയില്ല, ഒറ്റയ്ക്ക് അവിടെ എത്തുകയാണ്. ആരെ തേടിയാണ്? ഈ മനുഷ്യനെ മാത്രം തേടിയാണ് അദ്ദേഹം ചെല്ലുന്നത്. നമ്മുടെ കർത്താവ് ബെത്സയിദ കുളക്കരയിൽ പോയി വേറെ ആരെയും സുഖപ്പെടുത്തിയില്ല. സുഖപ്പെടുത്തിയിരുന്നെങ്കിൽ അതിന്റെ തൊട്ട് ചേർന്നുള്ള ഭാഗത്ത് അത് പറഞ്ഞേനെ. കാരണം ഈ മനുഷ്യനെ സാപത്തിൽ സുഖപ്പെടുത്തിയത് എന്തിനാണ് എന്നുള്ള ചർച്ചയാണ് പിന്നീടുള്ള വചനഭാഗത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 5. അപ്പോൾ ഇയാളെ മാത്രമേ സുഖപ്പെടുത്തിയുള്ളൂ. ബെത്സയിദ കുളക്കര നിറയെ രോഗികളായിരുന്നു. എന്നിട്ടും ഈ മനുഷ്യനെ മാത്രമേ കർത്താവ് സുഖപ്പെടുത്തിയുള്ളൂ. നമുക്കും കൂടി ഇച്ചിരി സങ്കടം വരും. 2-3 പേരെ കൂടെ സുഖപ്പെടുത്തിയിട്ട് പോരെ, ഏതായാലും വന്നതല്ലേ അല്ലേ. എന്നിട്ട് സാധാരണ കർത്താവിന്റെ പിന്നാലെ എല്ലാവരും സൗഖ്യം തരണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇത് അങ്ങോട്ട് എന്ന് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടെന്ന് ചാടി പറയണ്ടേ? അവൻ പറയുന്നത് എന്താ? അവൻ പറയുന്ന ആഗ്രഹം ഉണ്ടെന്നല്ല, മറിച്ച് വെള്ളമിളകുമ്പോൾ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല. ഇതാണ് ഇവൻ പറയുന്നത്, എനിക്ക് ആരുമില്ല. ഒരു വല്ലാത്ത നിരാശയുടെ അനുഭവത്തിൽ ഈ മനുഷ്യൻ ബെത്സയിദ കുളക്കരയിൽ കിടക്കുകയാണ്. അവന് പ്രത്യാശയോടുകൂടി എനിക്ക് സൗഖ്യം പ്രാപിക്കണം കേട്ടോ എന്ന് പറയാനും മാത്രമുള്ള ഒരു പ്രത്യാശ പോലും ഇല്ല. ആരുമില്ല എന്നുള്ള വലിയ വേദനയിൽ ഈ മനുഷ്യൻ അങ്ങ് കിടക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ആ വേദന ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടായിട്ടുണ്ടാവും ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ. നമുക്കാരാ ഉള്ള, നമ്മുടെ കൂടെ ഒന്നും ആരുമില്ല. കല്യാണമൊക്കെ കഴിച്ച് 10-30 വർഷമായാലും നമുക്ക് തോന്നും നമുക്ക് ആരുമില്ല. കെട്ടിയോനും ഇല്ല, കെട്ടിയോളും ഇല്ല, പിള്ളേർ അവരുടെ വാട്ടിന് പോയി, നമുക്കാരുമില്ല. അത് നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ തോന്നാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. വിവാഹിതർക്കൊക്കെ അത് തോന്നാൻ സാധ്യതയുണ്ട്. ഏകാന്തതയുടെ നിമിഷങ്ങളിലൂടെയൊക്കെ നിങ്ങളെല്ലാം കടന്നു പോകുന്നതാണ്. ആരുമില്ല. സത്യം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു നന്മ എന്താ? ഞങ്ങളുണ്ട് കേട്ടോ എന്നുള്ളൊരു രീതിയിൽ കൂടെ നിൽക്കുക, അല്ലേ? അതാണ് ഏറ്റവും പ്രധാനം. കൂടെ നിൽക്കാനായിട്ട് സാധിക്കുക. അതിനു പറ്റിയ ആൾക്കാരെ കിട്ടണമെന്നില്ല കേട്ടോ. കാരണം എല്ലാവർക്കും ആ ഒരു മാനസികാവസ്ഥയൊന്നുമില്ല. ഒന്ന് പിന്തുണയ്ക്കാൻ, വൈകാരികമായിട്ടൊരു പിന്തുണ കൊടുക്കാൻ, ഒന്ന് കൂടെ നിൽക്കാൻ. യഥാർത്ഥത്തിൽ അതൊക്കെയല്ലേ ആത്മീയത എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് ആത്മീയത എന്നൊക്കെ ഓർത്ത് ജീവിക്കുകയാണ്. അപ്പോൾ ആ ഏകാന്തതയുടെ അനുഭവങ്ങൾ അച്ഛന്മാർക്കും കാണും, മെത്രാന്മാർക്കും കാണും എന്നാണ് എൻ്റെ ചിന്ത. അച്ഛന്മാർക്കും ഉണ്ട് ഈ ഏകാന്തത. അതിന് ഇടവക്കാർക്കും അവർക്കൊന്നും നമ്മളെ ഒന്നും വേണ്ടിടാവുക, അവർക്കൊക്കെ അവരുടെ കാര്യം എന്നുള്ള രീതിയിൽ അച്ഛന്മാരും സങ്കടപ്പെടുന്നുണ്ടാവും, മെത്രാന്മാർ അതിനേക്കാളും സങ്കടപ്പെടുന്നുണ്ടാവും. എന്താണ്? ആരുമില്ല. കാരണം നമ്മളോട് വളരെ അകന്നു നിന്നേ മനുഷ്യർ ഇടപെടുന്നുള്ളൂ. നമ്മുടെ സ്വന്തം എന്നൊക്കെ കരുതുന്നവർ പോലും മെത്രാൻ കുപ്പായത്തിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അവരും ശകലം അകൽച്ച പാലിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കതൊരു സങ്കടമാണ് ആദ്യമൊക്കെ. അപ്പോൾ ഈ ആരുമില്ല എന്നുള്ളൊരു വേദന എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ കൊച്ചു പിള്ളേർക്ക് വരെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ അടുത്ത നാളിൽ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഒരു സ്കൂളിൽ കൗൺസിലിങ്ങിന് പോയിട്ട് വന്നപ്പോഴത്തേക്കും പറഞ്ഞു, എൻ്റെ പിതാവേ ഈ പിള്ളേരെ കൊണ്ട് തോറ്റു. അതിനാ 5ാം ക്ലാസ്സുകാരൻ 4ാം ക്ലാസ്സുകാരിക്ക് 500 രൂപ സമ്മാനം കൊടുത്തിരിക്കുന്നു. എന്തിനാ? അവൻ്റെ കൂടെ പിക്നിക്കിന് പോകാൻ. എന്നിട്ട് അവനത് എവിടുന്ന് എടുത്തു? അവൻ അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് മോട്ടിച്ചാണ് കൊടുത്തിരിക്കുന്നത് 4ാം ക്ലാസ്സുകാരിക്ക്. അവനെ ചോദ്യം ചെയ്തപ്പോൾ അവനും പറഞ്ഞു അത്രേ, എനിക്കും ആരെങ്കിലുമൊക്കെ വേണ്ടെന്ന്. 5ാം ക്ലാസ്സുകാർ. പണ്ടൊക്കെ ഇച്ചിരി കൂടെ ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നല്ലേ, ഇപ്പോൾ എല്ലാം വളരെ മുമ്പെയാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് ഈ സങ്കടം കേട്ടോ. കൊച്ചു പിള്ളേർക്കും ഒക്കെ ഉണ്ട്. ആരുമില്ല, ഞങ്ങൾക്ക് ആരുമില്ല. പപ്പായും മമ്മിയൊക്കെ ചുമ്മാ അവരുടെ കാര്യം പറഞ്ഞുകൊണ്ട് നടക്കുക. ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ ആളില്ല എന്നൊക്കെ പറയുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ കാണും. അത് അവരുടെ കൂടെ അല്പസമയമൊക്കെ ചെലവഴിക്കണം. എന്നാലേ അതിൻ്റെ ആ ഒരു ഹൃദ്യതയൊക്കെ ആ പിള്ളേർക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ വലിയ വലിയ കാര്യങ്ങളെല്ലാം ചെയ്ത് നടക്കുക. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ അല്പസമയം ഇരിക്കുന്നില്ല. അതുങ്ങളെ ഇച്ചിരി സമയം ഇരുന്ന് മടിയിലൊന്നും കിടത്തുന്നില്ല. അവർക്ക് അതൊക്കെ ഭയങ്കര കൊതിയ. അതുപോലെ അവരെ ഒരു ഇച്ചിരി സ്നേഹമായിട്ട് അവരോട് വർത്തമാനം പറയുന്നില്ല. അതൊക്കെ അവരുടെയും ദുഃഖമാണ്. അപ്പോൾ ഈ ആരുമില്ല എന്നുള്ളൊരു ദുഃഖം അതൊരു വലിയ തളർച്ചയാണ്. ആരുമില്ല. ആ ദുഃഖത്തിലാണ് ഈ മനുഷ്യൻ കിടക്കുന്നത് ബെത്സയിദ കുളക്കരയിൽ. എത്ര വർഷമായി? 38 വർഷമായി. എനിക്ക് തോന്നുന്നു നമ്മളുമൊക്കെ ഈ പലതരത്തിൽ തളർന്നു കിടക്കുന്നവരാണ്. വർഷത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപക്ഷെ ഇയാൾക്ക് എല്ലാവരും ഉണ്ടായിരുന്നിരിക്കണം. ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം. ഒരു ദിവസം
ഭാര്യ പറഞ്ഞു കാണും, മനുഷ്യനെ പ്ലാവേ കയറി 2 ചക്കയൊക്കെ ഇട്, നമുക്ക് പിള്ളേർക്ക് ചക്കപ്പുഴുക്കൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാണ് കയറി കാണും. ആണ്ട് താഴെ വീണു, തളർന്നു പോയി. പിന്നെ ഭാര്യയും മക്കളും കൂടെ ഇയാളെ കൊണ്ടുപോകുന്ന സ്ഥലത്തെല്ലാം കൊണ്ടുപോയി, ആശുപത്രികളിലെല്ലാം കൊണ്ടുപോയി, രക്ഷയില്ല. സിദ്ധവൈദ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോയി, രക്ഷയില്ല. ആശുപത്രികളിൽ, പിന്നെ ധ്യാന കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി, രക്ഷയില്ല. ഒരിടത്തും രക്ഷയില്ല. അപ്പോഴാണ് ആരോ പറഞ്ഞത്, ബെത്സയിദ എന്ന് പറയുന്ന ഒരു കുളമുണ്ട്, അവിടെ ആഴ്ചയുടെ മാസത്തിൻ്റെ ആദ്യ ദിവസം മാലാഖ വന്ന് വെള്ളം കലക്കും. വെള്ളം ഇളകിക്കഴിഞ്ഞാൽ ആദ്യം ഇറങ്ങുന്നയാള് സുഖം പ്രാപിക്കും. നമ്മളൊക്കെ കുളം കലക്കലിൽ ഭയങ്കര ബിരുദന്മാരുണ്ട്. പക്ഷെ നമ്മളൊക്കെ കുളം കലക്കിയാൽ ജന്മത്തവിടുന്ന് പിന്നെ ആരും വെള്ളം കുടിക്കുകയില്ല. മാലാഖ വന്ന് കുളം കലക്കിയാൽ അവിടെ സൗഖ്യം പ്രാപിക്കും. അതാണ് നമ്മളും മാലാഖമാരും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഏതായാലും ഇതൊക്കെ കേട്ടപാടെ പിള്ളേർക്കൊക്കെ ഉത്സാഹമായി. എന്നതാ പപ്പ സുഖവും പ്രാപിക്കും, നമുക്ക് മാലാഖയൊക്കെ ഒന്ന് കാണാം, അപ്പോൾ ഒരു പിടിക്ക് 2 പക്ഷി പോയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കൊണ്ടുപോയി അവിടെ ഇട്ടു. ആദ്യത്തെ പ്രാവശ്യം വെള്ളം ഇളകി. ഈ മനുഷ്യനെ എല്ലാവരും കൂടെ എടുത്ത് വെള്ളത്തിലിട്ടു. വെള്ളത്തിലിട്ടത് മിച്ചം വേറെ ആരാണ്ടൊക്കെ കുളിച്ച് കയറി സൗഖ്യപ്പെട്ടു പോയി. ഇയാളെ പിന്നെ എല്ലാവരും കൂടെ എടുത്ത് വീണ്ടും യഥാസ്ഥാനത്ത് കിടത്തി. 1 മാസം കഴിഞ്ഞു. അടുത്ത മാസവും ഇത് ഒരു രക്ഷയില്ല, പുള്ളിയെ വീണ്ടും തിരിച്ചു കിടത്തി. 3-ാമത്തെ പ്രാവശ്യവും കഴിഞ്ഞ് തിരിച്ചു കിടത്തി. 4-ാമത്തെ പ്രാവശ്യം കഴിഞ്ഞാൽ ഭാര്യ പറഞ്ഞു, അതെ ഈ പിള്ളേർ ഇതുവഴി ഇങ്ങനെ നടക്കുക, അതുങ്ങൾക്ക് സ്കൂളിലൊക്കെ പോകണ്ടേ, അതുങ്ങളിങ്ങ് പോട്ടെ, അതുങ്ങൾ വരും, എന്നാൽ പൊക്കോളാൻ പറഞ്ഞു. പിന്നെ ഭാര്യയും പറഞ്ഞു, അതെ അവിടെ ഒരു പശുവൊക്കെ ഉണ്ട്, ഞാൻ അതിനെ അയലോക്കത്ത് കൊണ്ട് കെട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാനും ഒന്ന് പോയിട്ട് ഞാൻ അടുത്ത മാസം കൃത്യമായിട്ട് ആ 1-ാം ദിവസത്തിന് മുമ്പ് വരാം. എന്നാ നീയും പൊക്കോ, അയലോക്കത്തുകാരെയൊക്കെ പറഞ്ഞ് ഏർപ്പെടുത്തി. ആദ്യം എല്ലാം കൃത്യം ഭാര്യയും മക്കളുമൊക്കെ വരുമായിരുന്നു. പിന്നെ 2 മാസത്തിൽ ഒരിക്കലായി, പിന്നെ 6 മാസത്തിൽ 2ആയി, പിന്നെ വർഷത്തിൽ 3ആയി, പിന്നെ 2 വർഷത്തിൽ 1ആയി, പിന്നെ 2-3 വർഷം കൂടി ഇരിക്കുമ്പോൾ 1ആയി. ഇങ്ങനെ ഇപ്പം 38 വർഷമായി. ഇപ്പോഴാരും അയാളെ തേടി വരുന്നില്ല. പാവം ആ ദുഃഖത്തിലായിരിക്കും കർത്താവിനോട് പറയുന്നത്, സൗഖ്യം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? എനിക്ക് ആരും ഇല്ലല്ലോ, എന്നെ ഒന്ന് വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ഈ ഒരു വേദന കാണും, ആരുമില്ല എന്നുള്ള ഒരു വേദന. അത് ആരുമില്ല എന്നുള്ളൊരു വേദന, അതൊരു ഏകാന്തതയുടെ അനുഭവമാണ്. അത് ചിലർക്ക് ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും അവർക്ക് തോന്നും ആരുമില്ല എന്ന് തോന്നും. ചിലര് ഒത്തിരി പേരുണ്ട് കൂടെ, സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ സ്നേഹം തിരിച്ചറിയാൻ പറ്റാത്ത മനുഷ്യരുണ്ട്, അവർക്ക് ഈ ഏകാന്തതയുടെ അനുഭവം ഉണ്ടാവും. അതാണ് ആദ്യത്തെ തളർച്ച എന്ന് പറയുന്നത്. നമുക്കാരുമില്ല എന്നുള്ള ഒരു അനുഭവത്തിൽ അങ്ങ് ജീവിക്കുക. കാരണം എന്താ? കൂടെയുള്ളവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. സ്നേഹം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥകൾ എത്രയോ പേർക്കുണ്ടല്ലേ, സ്നേഹം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥകൾ. സ്നേഹം എന്താണെന്ന് തിരിച്ചറിയത്തില്ല. പണ്ട് ഒരു സഹോദരി, അവരാണെങ്കിൽ നല്ല സാരിയൊക്കെ ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള സഹോദരിയാണ്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ ആഗ്രഹമുള്ള ആളാണ്. പക്ഷേ പുള്ളിക്കാരത്തേക്ക് കിട്ടിയിരിക്കുന്ന ഭർത്താവ് ഒരു ബുദ്ധിജീവിയാകുന്നു. അദ്ദേഹത്തിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി പോലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. വലിയ പുസ്തകങ്ങൾ വായിക്കുക, പത്രം ആദ്യം നേരെ പിടിച്ച് വായിക്കുക, പിന്നെ തലതിരിച്ച് പിടിച്ച് വായിക്കുക, എപ്പോഴും വായിക്കുക, വർത്തമാനം പറയാതിരിക്കുക, ഇത്യാദി സ്വഭാവമാണ് ഈ മനുഷ്യൻ്റേത്. അദ്ദേഹം എന്നാൽ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം കൃത്യം ചെയ്യും. പക്ഷേ പുള്ളിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല, സ്നേഹവർത്തമാനം പറയാൻ അറിയത്തില്ല, ഭാര്യയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ അറിയത്തില്ല, മക്കളോട് അടുക്കലിരുത്തി കളിപ്പിക്കാൻ അറിയത്തില്ല. അങ്ങനെ ഒരു സാധനത്തെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ശരിക്കും എനിക്ക് തോന്നും വിവാഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, അല്ലേ? വളരെ വ്യത്യസ്തമായ വിചിത്രമായ സ്വഭാവമുള്ള 2 പേരെ കൂടി കർത്താവ് ഒരു ബലിവേദിയെ സാക്ഷിയാക്കി ഒരുമിച്ച് ചേർത്തിട്ട് അങ്ങ് വിട്ടേക്കുക. പിന്നെ അവര് പോയി ജീവിച്ചോണം. ഏതായാലും ഇവരിങ്ങനെ ഇരിക്കുന്നു. ഇവരാണെങ്കിൽ രാവിലെ നല്ല സാരിയൊക്കെ എടുത്ത്, പുതിയ സാരിയൊക്കെ എടുത്ത് രാവിലെ ഭർത്താവിൻ്റെ മുമ്പിൽ കൂടെ 5-6 പ്രാവശ്യം ഒരു നടപ്പൊക്കെ ഉണ്ട്. ഭർത്താവാണെങ്കിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇയാൾക്കൊരു സംശയം, ഇവളെന്തിനാണോ ഇങ്ങനെ നടക്കുന്നത്? അവിടെ അങ്ങനെ ഇരിക്കരുതോ, വെറുതെ എന്തിനാ ഈ എനർജി വേസ്റ്റ് ആക്കുന്നെന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ചിന്ത. ഉടനെ അവൾ സഹികെട്ട് അവസാനം ഇയാളോട് വന്ന് ചോദിക്കും, എങ്ങനെയുണ്ട്? ഇയാൾ ചോദിക്കും, എന്നതാ ഈ സാരി എങ്ങനെയുണ്ട്? അത് ചോദിച്ചാൽ പോരെ, വെറുതെ എന്തിനാ ഇങ്ങനെ നടക്കുന്നു പറയാം. അയാൾ ഓടി വന്ന് സാരി പിടിച്ചു നോക്കിയിട്ട് പറയാം, ഇതിൻ്റെ സ്റ്റഫ് അത്ര കൊള്ളത്തില്ലെന്ന്. സ്റ്റഫ് നല്ലതാണോ അല്ലയോ എന്ന് ഇയാളോട് ആരാ ചോദിച്ചത്? ഇയാളോട് ചോദിച്ചത് ഞാൻ ഈ സാരി ഉടുക്കുമ്പം എങ്ങനെയുണ്ട് ഇതാണ് അറിയേണ്ടത്. അത് പറയാൻ നമ്മുടെ ബുദ്ധിജീവിക്ക് കർത്താവ് കൃപ കൊടുത്തിട്ടില്ല. ബുദ്ധിജീവിക്ക് അതൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. അങ്ങനൊരു മനുഷ്യൻ. ഏതായാലും അദ്ദേഹം 2 പേരും ഓഫീസിൽ പോകുന്നു. ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മുടെ പൂമ്പാറ്റ സഹോദരിക്ക്
പ്രോത്സാഹിപ്പിക്കാനായിട്ട് അവിടെ ഒരു ലോലൻ ചേട്ടനുണ്ട് അവിടെ ഓഫീസിൽ. എന്നതാ സാരി, ഇതാണ് സാരി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ. അപ്പോൾ ലോലൻ ചേട്ടന് കൊടുക്കാൻ സ്പെഷ്യൽ കരിമീൻ ഫ്രൈയുമായിട്ടാണ് പോയിരിക്കുന്നത്. കെട്ടിയവന് മത്തിയാണ് കൊടുത്തു വിട്ടിരിക്കുന്നത്. പുള്ളിയാണെങ്കിൽ ഗൂഗിളിൽ നോക്കി മത്തിയാണ് ഏറ്റവും പോഷകാഹാരം ഉള്ളതെന്ന് കണ്ടുപിടിച്ച് പുള്ളിക്ക് എല്ലാ ദിവസവും മത്തി മതി. നമ്മുടെ കെട്ടിയവന് മത്തി മതി, വേറെ റൊമാൻറ്റിക് സംഭവങ്ങളൊന്നും അങ്ങേർക്ക് വേണ്ട. അതേസമയം നമ്മുടെ ലോലൻ ചേട്ടന് നല്ല മീനൊക്കെ കിട്ടിയാൽ കൊള്ളാം, അത് പുള്ളി കൊടുക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ കാര്യമായിട്ടൊക്കെ അങ്ങനെ പോകുന്നു. ഇയാൾക്കാണെങ്കിൽ ഒരു പരാതിയില്ല. ആർക്കാ? നമ്മുടെ ബുദ്ധിജീവി ഭർത്താവിന് ഒരു പരാതിയില്ല, അയാൾക്ക് ഒരു പ്രശ്നവും ഇല്ല. അയാൾ വളരെ ഹാപ്പി ആയിട്ട് അയാൾ പോവുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ പൂമ്പാറ്റയ്ക്ക് അസുഖം പിടിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും പൂമ്പാറ്റ നമ്മുടെ ലോലന് മെസ്സേജ് അയച്ചു. എന്നതാ? റൂം നമ്പർ 102 വിസിറ്റിംഗ് അവേഴ്സ് 4 to 6 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജൊക്കെ അയച്ചു. എല്ലാ ദിവസവും മെസ്സേജ് അയച്ചു. ലോലം വന്നൊന്നുമില്ല കേട്ടോ. പുള്ളി വേറെ കരിമീനൊക്കെ തേടിപ്പോയി. പുള്ളിയെ ഒന്നും ആ വഴിക്ക് കിട്ടുമോ? കൊള്ളാം. പുള്ളി ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും വർത്താനം പറയുക, ഡയലോഗ് അടിക്കുക, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ ചുമ്മാ ഇങ്ങനെ നടക്കുന്ന. പക്ഷേ നമ്മുടെ കെട്ടിയോൻ രാവിലെ പിന്നെ പുട്ടും കടലയുമായിട്ട് വരും, കട്ടൻ ചായയായിട്ട് വരും. ഉച്ചയാകുമ്പോൾ പൊടിയരി കുഞ്ഞിയും ചമ്മന്തിയുമായിട്ട് വരും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീണ്ടും കട്ടൻ ചായയും റസ്കുമായിട്ട് വരും. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും പൊടിയരി കുഞ്ഞിയും. ഡോക്ടറോട് ചോദിച്ച് കൃത്യമായി ഡോക്ടർ പറയുന്ന ഭക്ഷണവുമായി ഇയാൾ എല്ലാ നേരത്തും വരും. എന്നാൽ ഇത് കഴിച്ചോ എന്ന് ചോദിക്കാനുള്ള കൃപ കർത്താവ് അയാൾക്ക് കൊടുത്തിട്ടില്ല. നീ സുഖമായോ എന്ന് ചോദിക്കാനുള്ള കർത്താവ് അയാൾക്ക് കൊടുത്തിട്ടില്ല. പാവത്താനാ. ഏതായാലും അന്നോടുകൂടി നമ്മുടെ പൂമ്പാറ്റ ഒരു പാഠം പഠിച്ചു. കെട്ടിയോനാണ് എന്നോട് സ്നേഹം. കെട്ടിയോനാണ് സ്നേഹം കേട്ടോ. സ്നേഹം പ്രകടിപ്പിക്കുന്നവർക്ക് മാത്രമേ സ്നേഹമുള്ളൂ എന്നുള്ളതല്ല. ആവശ്യ നേരത്ത് കൂടെ നിൽക്കുന്നവനാണ് എന്നോട് സ്നേഹമുള്ളത്. അത് അയാൾ ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ പെരുമാറുന്നുണ്ടാവില്ല, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കുന്നുണ്ടാവില്ല. പക്ഷെ എൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ, എൻ്റെ കുടുംബത്തെ സുരക്ഷിതമാക്കാൻ അയാൾ ആവശ്യമുള്ളതെല്ലാം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ, അവളുടെ ഉള്ളിൽ ഒരു പുതിയ ചിന്ത വരികയാണ്. അതായത് സ്നേഹം ഇതാണ്, കൂടെ നിൽക്കുന്നതാണ് സ്നേഹം. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, ഏകാന്തത നമ്മൾക്കുണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം നമ്മളോട് സ്നേഹം ഉള്ളവരില്ലാഞ്ഞിട്ടല്ല, ഉള്ള സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയാതെ ഇല്ലാത്ത സ്നേഹം ഉണ്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ആരാണ്ടടെയൊക്കെ പുറകെ നടക്കുക.